ഈ വരുന്ന ജൂലൈ 4-ാം തീയതിയാണ് റൗണ്ട് ഓഫ് 32-ൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളിക്കാനിറങ്ങുന്നത്. എതിരാളികൾ കപ്പ് വെർദെയാണ്. ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ട് സ്പെയിനെയും ഉറുഗ്വേയെയും സൗദി അറേബ്യയും എല്ലാം മറികടന്നെത്തിയ കപ്പ് വെർദെ എന്ന ടീമിന് മെസ്സിക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോക ചാമ്പ്യന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകുമോ? ഫുട്ബോൾ ലോകത്തിൻ്റെ ചോദ്യം ഇതാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ അട്ടിമറിക്കാൻ കപ്പ് വെർദെക്ക് സാധിക്കുമോ? സൗദിക്കെതിരെ ഗോൾ രഹിത സമനില, ഉറുഗ്വേക്കെതിരെ 2-2 സമനില, സൗദിയെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടുള്ള സമനില. എന്നാൽ ഈ മത്സരത്തിന് മുന്നേ കപ്പ് വെർദെയുടെ ക്യാമ്പിൽ നിന്ന് വരുന്നത് വളരെ നെറികെട്ട വാർത്തയാണ്, വമ്പൻ തിരിച്ചടിയുടെ വാർത്ത. വേൾഡ് കപ്പിലെ ഒരു നിർണായക പോരാട്ടത്തിനിറങ്ങുന്നതിന് മുമ്പ് അവരുടെ ടീമിനെ ഒന്നടക്കം ബാധിച്ചേക്കാവുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് അവരുടെ ക്യാപ്റ്റനായ റയാൻ മെൻഡസിനെതിരെ ബലാത്സംഗ ആരോപണമാണ് നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇതിനെതിരെ ഇപ്പോൾ കേസന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫിഫ ഇതിനെതിരെ കടുത്ത തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കരുതപ്പെടുന്നത്. സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ്. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ന്യൂസിലൻഡിൽ വെച്ചാണ് സംഭവം. അതായത് കപ്പ് വെർദെ ടീം ഒരു ഫ്രണ്ട്ലി മത്സരത്തിനായി ന്യൂസിലാൻഡിലെത്തുന്നുണ്ട്. അവിടെയുള്ളൊരു ബ്രസീൽ വുമണെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ഇരു ടീമുകൾക്കും തമ്മിലുള്ള സംസാര ഭാഷ അറിയാൻ വേണ്ടി ബ്രസീലിയൻ വുമൺ അവിടെ ട്രാൻസ്ലേറ്ററായി വർക്ക് ചെയ്യുകയായിരുന്നു. ഇതിനിടെ ഹോട്ടലിൽ അതിക്രമിച്ചെത്തിയ കപ്പ് വെർദെയുടെ ക്യാപ്റ്റൻ റയാൻ മെൻഡസ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നും ബലാത്സംഗം ചെയ്തെന്നുമായിരുന്നു കേസ് റിപ്പോർട്ടിൽ പറയുന്നത്. എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്. അന്ന് സംഭവിച്ച എല്ലാ മുറിവുകളും കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഇക്കാര്യം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഗ്ലോബോയും ഇത് പുറത്തുവിട്ടതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഗ്ലോബോ സ്പോർട്സിൻ്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഫിഫയും ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. മാർച്ച് മാസത്തിൽ നടന്ന കപ്പ് വെർദെ ന്യൂസിലാൻഡ് ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. അന്ന് തന്നെ കേസുമായി അവർ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോഴാണത് കൂടുതൽ ക്രൂഷ്യലാകുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ക്യാപ്റ്റൻ റയാൻ മെൻഡസിന് ചിലപ്പോൾ വേൾഡ് കപ്പിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയേക്കാം. ഏതായാലും ഫിഫയുടെ തീരുമാനത്തിന് വേണ്ടിയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. അതേസമയം ഇങ്ങനെയൊരു സംഭവം നടന്നത് കപ്പ് വെർദെക്ക് വലിയ നാണക്കേട് തന്നെയായിരിക്കും സൃഷ്ടിക്കുക. അതും ഒരു നിർണായക മത്സരത്തിന് മുന്നോടിയായാണ് ഈ റിപ്പോർട്ടുകൾ ഫുട്ബോൾ ലോകത്തേക്ക് പുറത്തു വരുന്നത്. ഇതാ ടീമിലുണ്ടാക്കിയിരിക്കുന്നത് വലിയ നാണക്കേടാണ്. ഒരു താരത്തിൻ്റെ പ്രവൃത്തിയിൽ ആ ടീമിന് മുഴുവൻ ദോഷപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും ഇതിനെതിരെ ഫിഫ എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.